വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 20. അപ്പോൾ സെബദി പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടി വന്ന് അവൻ്റെ മുമ്പിൽ യാചനപൂർവ്വം പ്രണമിച്ചു. യേശു അവളോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിൻ്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന പോലെ തന്നെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 12 ശിഷ്യന്മാരിൽ യേശുവിനെ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിഞ്ഞ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ് യാക്കോബും യോഹന്നാനും. അതിൽ യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആചരിക്കുക. ഇന്നേ ദിവസം സുവിശേഷത്തിലൂടെ ഈ അപ്പോസ്തലൻ്റെ ജീവിത രീതി എപ്രകാരമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ മാതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരുപക്ഷെ ഈശോയുടെ അടുക്കൽ വന്നവരാകാം. ഈശോയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഒരാൾ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഇരിക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. ഭൂമിയിലെ എല്ലാ അമ്മമാരും മക്കളുടെ നന്മ കാണാനും അവരുടെ മഹത്വം കാണാനും ആഗ്രഹിക്കുന്നവരാണ്. അത് തെറ്റുപറ്റാൻ സാധ്യതയില്ല. എന്നാൽ ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പാഠം ഏറെ ശ്രദ്ധായകമാണ്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അവസാനത്തേവനാകണം. ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് ഏറ്റവും പുറകിൽ നിൽക്കുന്നവരെയാണ്. അവരെ സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള വിളിയാണ് പ്രേക്ഷിത ദൗത്യം. ആ ദൗത്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. അതായത് നാം പഠിക്കേണ്ട ശുശ്രൂഷ മനോഭാവം ക്രിസ്തുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. ക്രിസ്തു എപ്രകാരമാണോ ആ മനോഭാവത്തോടു കൂടി ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഏറ്റവും ലാളിത്യത്തോടെ വിനയാധീനനായി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി കടന്നുപോയോ അതേ മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ കടന്നു പോകേണ്ടവർ. അനേകരുടെ മോചന ദിവ്യമായി സ്വജീവൻ കൊടുക്കുവാൻ മനസ്സുള്ളവരാകണം ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടവർ. ഇത് വലിയൊരു ദൗത്യമാണ്. അത് അത്ര സുന്ദരമായ ജീവിത വഴിയുമല്ല. യേശു മാറ്റി നിർത്തി അവരെ ഈ സത്യം ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതുകൊണ്ടാകാം യാക്കോബ് അപ്പോസ്തലൻ ധീര രക്തസാക്ഷിത്വത്തിലൂടെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയത്. യേശുവിൻ്റെ വചനത്തെ പ്രതി മരണം വരിക്കുവാൻ സ്വയം സമർപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിതവും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ, നമ്മുടെ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും മഹത്വം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മളും യാക്കോബ് അപ്പോസ്തലനെ പോലെ സമർപ്പിതരായിത്തീരും. കൂടുതൽ ശുശ്രൂഷ മനോഭാവമുള്ളവരും വിട്ടുകൊടുക്കുന്നവരും സ്വജീവൻ സമർപ്പിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി തിരുവചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്മൾ എളിമയോടും ലാളിത്യത്തോടും കൂടി വേണം ഈ ശുശ്രൂഷ നിറവേറ്റേണ്ടത്. കൂടുതൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റി അവൻ്റെ പാനപാത്രത്തിൽ ഭാഗമാക്കാകുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
ആമേൻ.